Arthur Helps is an English historian, essayist, and novelist, best known for his essays on social and intellectual subjects. And this particular essays appeared in the work Essays Written in the Intervals of Business, which was published in the year 1841. And it emphasizes the importance of ethical and moral values like truth and honesty in the lives of a man of business. It also foregrounds the importance of decision making in life, the essay. So, what are the essential qualities of a man of business? The writer says that moral nature is very important. It should be cultivated right from the beginning. നമുക്കൊരു ധാർമ്മിക മൂല്യമില്ലേ, അതുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഹി സേസ് ദാറ്റ് ഹി ഷുഡ് ലേൺ ടു ലവ് ട്രൂത്ത്. സത്യസന്ധത എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എ മാൻ ഓഫ് ബിസിനസ്. It will help him through the problems of his life and career. You know that as a businessman, you may come across so many challenges in your life. പക്ഷേ അപ്പോൾ ഇങ്ങനെ സത്യത്തിനെ ഇങ്ങനെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഇങ്ങനെയുള്ള ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഫോർ എ മാൻ ഓഫ് ബിസിനസ്. ആൻഡ് ഇറ്റ് മേക്സ് എ മാൻ ആക്ട് വിത്ത് മോർ സിംപ്ലിസിറ്റി, എളിമ അല്ലേ. So less chance of error, and it helps the highest intellectual growth. So if you have moral qualities and if you love truth, നിങ്ങളൊരു സത്യസന്ധനാണെങ്കിൽ അല്ലെങ്കിൽ സത്യത്തിനെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ പിഴകൾ അതൊക്കെ വളരെ ചെറുതായിരിക്കും. അതാണ് റൈറ്റർ പറയുന്നത്. ആൻഡ് അതർ moral qualities like charity also, that is also very important. It enlightens understanding. Also it purifies the heart. Charity. അതുപോലെ നമ്മൾ കൂടുതൽ സിമ്പിളായിരിക്കും എന്നൊക്കെയാണ് റൈറ്റർ പറയുന്നത്, ആദർ ഹെൽപ്സ് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സുകാരന് വേണ്ടുന്ന ക്വാളിറ്റി, എ മാൻ ഓഫ് ബിസിനസ്. സോ ഹൗ ക്യാൻ യു ട്രെയിൻ യുവർ സെൽഫ് ടു ബിക്കം എ മാൻ ഓഫ് ബിസിനസ്? ദ റൈറ്റർ സേസ് ഫസ്റ്റ് യു ഹാവ് ടു ഫോം പ്രിൻസിപ്പിൾസ്. നമുക്ക് ചില ധാർമ്മിക മൂല്യങ്ങളില്ലേ, അതായിരിക്കണം നമുക്ക് ആദ്യം സൃഷ്ടിച്ചെടുക്കേണ്ടത്. യു ഹാവ് ടു ഫോം പ്രിൻസിപ്പിൾസ് അറ്റ് ദ ബിഗിനിങ്, വിതൗട്ട് വിച്ച് യു ജസ്റ്റ് മൂവ് വിതൗട്ട് ഡയറക്ഷൻ, ജസ്റ്റ് ലൈക്ക് എ ബോട്ട് വിതൗട്ട് റഡർ ഓർ എ കോമ്പസ്. നമുക്കറിയാം ഒരു ബോട്ടിന് കടലിലൂടെ നീങ്ങണമെങ്കിൽ അതിന് ദിശ അറിയണം. അപ്പോൾ അതിനൊരു കോമ്പസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഡയറക്ഷൻ. ആൻഡ് ഓൾസോ റഡറാണ് ആ കറക്റ്റ് വഴിയിലൂടെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ കാറ്റിൽ അലയുന്ന ഒരു ബോട്ട് പോലിരിക്കും നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ആ ധാർമ്മികമായ കാഴ്ചപ്പാടും അതുപോലെ മൂല്യങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഫോർ എ മാൻ ഓഫ് ബിസിനസ്, ദ റൈറ്റർ സീസ്. സോ ഹൗ ഷുഡ് ഹി ഫോം ഹിസ് പ്രിൻസിപ്പിൾസ്? വാട്ട് ആർ ദ വേസ്? പറയുന്നത് എന്താ? ത്രൂ സ്റ്റഡി. മേ ബി ഹീസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഹിസ്റ്ററി ഓർ പൊളിറ്റിക്കൽ എക്കണോമി ഓർ എത്തിക്സ്. But he is studying all these things, whether he is studying any one of these subjects. Only you can form principles only through what labor, hard labor. നമ്മൾ കഷ്ടപ്പെട്ട് വേണം നമ്മൾ ആ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബിസിനസ്സുകാരൻ എന്നാണ് റൈറ്റ് പറയുന്നത്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് എ പ്രിൻസിപ്പിൾ? സോ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫിസിക്കൽ ലോ. ആണ്, ഫിസിക്കൽ ലോ പോലെയാണ്, പക്ഷേ അത്രയും റിജിഡ് അല്ല, അത്രയും സേർട്ടൺ അല്ല, ഉറപ്പുള്ളതല്ല ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈറ്റർ തന്നെ പറയുന്നുണ്ട്, അറ്റ് ദ ബിഗിനിങ് യു മേ ഫൈൻഡ് എ പ്രിൻസിപ്പിൾ വിച്ച് ക്യാൻ ബി എറോണിയസ്. തെറ്റായ ഒരു പ്രിൻസിപ്പിളായിരിക്കും നമ്മൾ ആദ്യം ഫോം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ യുവർ ലവ് ഓഫ് ട്രൂത്ത് ഇല്ലേ, ആ സത്യത്തിന് വേണ്ടിയുള്ള സത്യത്തിനോടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ യു ക്യാൻ കറക്റ്റ് യുവർ സെൽഫ്. ആ പ്രിൻസിപ്പിളിനെ മാറ്റി മറ്റൊരു പ്രിൻസിപ്പിളിനെ ഗൈഡിങ് സ്പിരിറ്റായിട്ട് നമുക്ക് വെക്കാം. So principles that a student adopts may at first be unsound, insufficient ആവാം. But still you have to form some principles. Later you can change them. You can make more correct principles. അപ്പോൾ ആ ലവ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നൊരു ഒറ്റ കാര്യമാണ് നമുക്ക് ഈ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. So the writer says that success depends upon the temperament of a businessman. A man of business, he should be hopeful. പ്രതീക്ഷയുണ്ടായിരിക്കണം. ഇറ്റ് ഹെൽപ്സ് ഹിം അഗൻസ്റ്റ് ഫെയിൻറ്റ് ഹാർട്ടഡ്നെസ്. നമുക്ക് ചിലപ്പം നമ്മുടെ ഭയം, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ധൈര്യമില്ലായ്മ, അല്ലെങ്കിൽ ഫോളി, തെറ്റ്, ഫോൾസ്ഹുഡ്, അതുപോലെ അതർ ഡിസ്കറേജ്മെൻറ്റ്സ് മേ കം യുവർ വേ.
പക്ഷേ എപ്പോഴും നമ്മൾ എന്താ ഹോപ്പ് ഉണ്ടെങ്കിൽ, പ്രതീക്ഷയുണ്ടെങ്കിൽ, അതാണ് റൈറ്റർ പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ഹോപ്പ്ഫുൾ. ഇറ്റ് ഹെൽപ്സ് ഹിം അഗൻസ്റ്റ് ഫെയിൻറ്റ് ഹാർട്ടഡ്നെസ്, ഫോളി, ഫോൾസ്ഹുഡ് ആൻഡ് അതർ ഡിസ്കറേജ്മെൻറ്റ്സ്. അപ്പോൾ ഒന്നാമത്തത് ഹോപ്പാണ്. രണ്ടാമത്തത് calm against the great pressures of business that would make one lose his time and his head in rushing from one unfinished thing to another. നമ്മൾ വി ആർ ഓൾവേസ് ഇൻ ഹേസ്റ്റ് അല്ലേ, റഷിങ് ഫ്രം വൺ അൺഫിനിഷ്ഡ് തിങ് ടു അനദർ. ബട്ട് ഇഫ് യു ആർ കാം, അപ്പോൾ ഒരു മാൻ ഓഫ് ബിസിനസ് ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ടെമ്പറമെൻ്റാണ്. ഈ ഷുഡ് ബി വെരി കാം. ഈ ഷുഡ് നോട്ട് റഷ് ഫ്രം വൺ അൺഫിനിഷ്ഡ് തിങ് ടു അനദർ. ആ ഒരു കാം ആൻഡ് കമ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is very much needed for a man of business. So first one, he should be hopeful. Second thing, calm against the great pressures of life. നമുക്കറിയാം ബിസിനസ്സുകാർക്ക് അവർക്ക് ഒരുപാട് ഓബ്സ്റ്റിക്കിൾസും പ്രഷേഴ്സും ഒക്കെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്കിങ്ങനെ വളരെ സമാധാനത്തോടുകൂടി വളരെ ശാന്തതയോടുകൂടി കാര്യങ്ങൾ നോക്കി പഠിച്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യു ആർ ആക്ച്വലി ഗോയിങ് പ്ലേസസ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ദ റൈറ്റർ understands that it is very difficult to be hopeful and calm at the same time. It's very rare too. ഒരുപാട് പേർക്കൊന്നും ഇല്ലാത്തതാണ് ഇത് രണ്ടും കൂടെയുള്ള ക്വാളിറ്റി, ദാറ്റ് ഈസ് കാം ആൻഡ് ദാറ്റ് ഈസ് ഹോപ്പ്ഫുൾ. പക്ഷേ അങ്ങനെ ഒരു ടെമ്പറമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻ ഓഫ് ബിസിനസ്സിന് വളരെ ആവശ്യമാണ്. സോ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ദാറ്റ് എ മാൻ ഓഫ് ബിസിനസ് ഷുഡ് ഹാവ്, he should be able to think for himself or decide for himself. ദാറ്റ് ഈസ് മച്ച് നീഡഡ്. ഒരുപാട് ആവശ്യമുള്ളതാണ് ഒരു തീരുമാനമെടുക്കാനുള്ള ആ ഒരു കഴിവ്. ഇറ്റ് കാൺ ബി അക്വയർഡ് ബൈ സ്റ്റഡി, ദ റൈറ്റർ സേസ്. നമുക്ക് പഠിച്ച് നേടാൻ പറ്റുന്നൊരു കാര്യമല്ല. കാര്യം ഇൻ ബിസിനസ് സോ മെനി ചാലഞ്ചസ് കം, സോ മെനി ഓബ്സ്റ്റക്കിൾസ് കം, ദെൻ യു ഹാവ് ടു ഡിസൈഡ് ഫോർ യുവർ സെൽഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്കൊരു ടെക്സ്റ്റ് നോക്കി പഠിക്കാൻ പറ്റത്തില്ല. കാര്യം ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ക്രൈസിസ് വരുന്നത് വരെ ആ ഒരു തീരുമാനം എടുക്കേണ്ടെന്ന ആവശ്യമില്ല. അതാണ് ഇവിടെ റൈറ്റർ പറയുന്നത്, ഡിസിഷൻ കാൺ ബി എക്സസൈസ്ഡ് അൺടിൽ ഇറ്റ് ഈസ് ഫുള്ളി വാണ്ടഡ്. സോ യു കനോട്ട് പ്ലേ അറ്റ് ഡിസൈഡിങ്. നമുക്ക് കുറച്ച് ഡിസിഷൻ എടുത്ത് നമുക്കത് എക്സസൈസ് ചെയ്യാം, കുറച്ച് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് യു കാൺട്ട് പ്രെഡിക്റ്റ് വാട്ട് കൈൻഡ് ഓഫ് എ ചാലഞ്ച് വിൽ കം നെക്സ്റ്റ്. അല്ലെങ്കിൽ എന്താണ് ക്രൈസിസ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു മൊമെൻറ്റിൽ ഹൗ യു ആർ ഗോയിങ് ടു ഫേസ് ഇറ്റ്, ഹൗ യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഇറ്റ്, അതാണ് ഡിസിഷൻ മേക്കിങ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലിമെൻ്റായിട്ട് റൈറ്റർ പറയുന്നത്. സോ യു മസ്റ്റ് ഹാവ് റിയാലിറ്റീസ് ടു ഡീൽ വിത്ത്. ഇതൊരു വെർച്വൽ ഗെയിം കണക്ക് ഒരു ഇല്ലാത്തൊരു സിറ്റുവേഷനല്ല, റിയൽ ക്രൈസിസ് ആണ്. അവിടെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ റൈറ്റർ പറയുന്നത്, if you have already formed certain principles, as the writer had already suggested, നമുക്ക് ചില ധാർമ്മിക മൂല്യങ്ങളുണ്ടെങ്കിൽ എന്താണ് അത് വെച്ചിട്ട് യു ക്യാൻ ടേക്ക് ഡിസിഷൻസ് എന്നാണ്. ഫോർമേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓൾസോ നീഡ് ഡിസിഷൻ. അതുപോലെ റൈറ്റർ പറയുന്നത്, അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി എസ്സേ ദ റൈറ്റർ ടോൾഡ് us that you have to form certain principles. അപ്പോൾ അങ്ങനെ എന്തൊക്കെ മൂല്യങ്ങളാണ് നമ്മൾ ഈ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടുന്നത്, അവിടെ നമുക്ക് ഒരു ഡെലിബറേഷന് സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് വി ഹാവ് ഇനഫ് ടൈം ടു ഡിസൈഡ് വിച്ച് മോറൽ or which particular policy or attitude or temperament that I'm going to take എന്ന് പറയുന്നതിന് you have enough time. You can really decide on, you will have time to think about the principles that you are going to form. പക്ഷേ ക്രൈസിസ് വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളൊരു ഡെലിബറേറ്റ് ചെയ്യാനുള്ള, തിങ്ക് ചെയ്യാനുള്ള, പ്ലാൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു വോണ്ട് ബി ഗെറ്റിംഗ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. But deliberate judgment plays there. But the decision that is wanted in business must be within call. അതായത് ഒരു പ്രശ്നം വരുമ്പം ഓക്കെ, how are you going to face it? So what are the options there and which one I'm going to take എന്ന് പറയുന്ന ഡിസിഷൻസ് ഒക്കെ സ്പോണ്ടേനിയസ് ആണ്, ആ മൊമെൻറ്റിൽ വരുന്നതാണ് എന്നാണ്. സോ ഹൂ ഹാസ് ഇറ്റ്? പീപ്പിൾ ഹൂ ഹാവ് ബീൻ ത്രോൺ ഏർലി ഓൺ ദ റിസോഴ്സസ്. പണ്ട് മുതലേ അവരവരുടെ ശക്തിയിൽ തന്നെ, റിസോഴ്സസ് തന്നെ ആദ്യമേ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നവർ, അവർക്ക് ഈ ഒരു കഴിവുണ്ടാവും. രണ്ടാമത്, പീപ്പിൾ ഹു ഹാവ് ബീൻ ബ്രോട്ട് അപ്പ് ഇൻ ഗ്രേറ്റ് ഫ്രീഡം. കാര്യം പണ്ട് മുതലേ ചോയ്സസ് അവർക്ക് എടുത്ത് ശീലമുണ്ട്, ഏത് ഡിസിഷൻസ് എടുത്ത് ശീലമുണ്ട്. ബിസിനസ്സിൽ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ദാറ്റ്സ് ഓൺലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് വാട്ട് ദേ വർ ഡൂയിങ് അണ്ടിൽ ദെൻ. അത് പോസിബിളാണ്, അതാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ലേ ഡൗൺ എ കോഴ്സ് ഓഫ് സ്റ്റഡി ഫോർ എ മാൻ ഓഫ് ബിസിനസ്.
ആക്ച്വലി ഷുഡ് ബി ബ്രോട്ട് അപ്പ് ഇൻ വാട്ട് ദ ഹാബിറ്റ് ഓഫ് റീസണിങ്. ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, ഒരു റീസണിങ്, അതിന് ഉള്ളൊരു കഴിവ് ഒരു പക്ഷേ ഇങ്ങനൊരു സ്റ്റുഡൻറ്റ് ഓഫ് ബിസിനസ് ഒരു മാൻ ഓഫ് ബിസിനസ് ഷുഡ് ഹാവ് റീസണിങ്. പിന്നെന്താണ്, ഒരു യൂണിവേഴ്സാലിറ്റി അത് ഉണ്ടായിരിക്കണം. ഒരു ഒരു വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നൊരു കാര്യം മാൻ ഓഫ് ബിസിനസ്സിന് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്, യൂണിവേഴ്സാലിറ്റി ഷുഡ് ബി എയിംഡ് അറ്റ്. ഇറ്റ് മേക്സ് ദ മൈൻഡ് ആക്റ്റീവ്, അജൈലായിരിക്കും, വളരെ ആക്റ്റീവായിരിക്കും. അടുത്തെന്താണ്, ഗിവ്സ് വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ. നമുക്കിങ്ങനെ വളരെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടായിരിക്കത്തില്ല. ഇറ്റ് ഗിവ്സ് എസ് എ വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ. സോ വി ഹാവ് സോ മെനി ഓപ്ഷൻസ് ടു പിക്ക് ഫ്രം. അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇറ്റ് മേക്സ് ഹിം അക്വൈൻറ്റഡ് വിത്ത് മെനി മോഡ്സ് ഓഫ് തോട്ട്. പലർക്കും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ ഒരു കാഴ്ചപ്പാടില്ലാത്തപ്പോഴത്തേക്ക് അവർക്ക് വളരെ ചെറിയ നാരോ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും ജീവിതത്തിലുണ്ടാകുന്നത്. ബട്ട് ഇഫ് യു ഹാവ് യൂണിവേഴ്സാലിറ്റി, ദീസ് ആർ ദ ഗുഡ് തിങ്സ് ദാറ്റ് കം ടു യു. എന്തൊക്കെയാണ്? ഇറ്റ് മേക്സ് ദി മൈൻഡ് ആക്റ്റീവ്, gives variety of information, it makes him acquainted with many modes of thought, various classes of fact, and also it enables to understand men better. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കൂടുതൽ നിങ്ങളെ സഹായിക്കും. അതും ആ യൂണിവേഴ്സാലിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് മെറ്റാഫിസിക്കൽ നേച്ചർ. സോ യു മേ ബി വണ്ടറിങ് വാട്ട് ഹാസ് ഗോട്ട് ദിസ് മെറ്റാഫിസിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ഭൗതികാതീതമായ ഒരു കാഴ്ചപ്പാടാണ്. അതായത് സ്പിരിച്വലായിട്ടുള്ള, നമ്മൾ കാണുന്നതും വെറും പൈസ അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയലായിട്ടുള്ള ഇതിനും അപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടാണ്, ഒരു തത്വചിന്താപരമായ ഒരു കാഴ്ചപ്പാടാണ്. അതും ബിസിനസ്സുമായിട്ട് എന്താ ബന്ധം? പക്ഷേ റൈറ്റർ പറയുന്നു അങ്ങനൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം, അങ്ങനൊരു ഡെപ്ത്ത് മാൻ ഓഫ് ബിസിനസ്സിന് ഉണ്ടായിരിക്കണം. സോ ഹി ഷുഡ് പേഴ്സ്യൂ സം ഗ്രേറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ഫിലോസഫി. നമുക്കറിയാം ഫിലോസഫിയിൽ പേഴ്സ്യൂ ചെയ്യുന്ന, നമ്മൾ ചേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ്? ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, നമുക്ക് ഉത്തരം പറഞ്ഞാൽ സിംഗിളായിട്ടുള്ള ആൻസർ ഇല്ലാത്ത ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അത് പേഴ്സ്യൂ ചെയ്യാനുള്ളൊരു ടെമ്പറമെൻറ്റ് കൂടെ മാൻ ഓഫ് ബിസിനസ്സിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ വാട്ട് ആർ ദി ക്വാളിറ്റീസ് ദാറ്റ് എ കൺസ്യൂമേറ്റ് ബിസിനസ് മാൻ നീഡ്സ്? ഒരു വളരെ മിടുക്കനായ ബിസിനസ്സുകാരന് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്താണ്? ഒന്ന്, ഹി ഷുഡ് ഹാവ് എൻ ഐ ഓൺ ഡീറ്റെയിൽസ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ടാകും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകാരൻ്റെ കണ്ണ് വന്ന് വീണിരിക്കണം. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് സോ ഹി ഷുഡ് ബി പ്രാക്ടീസ് ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് ഇൻ്റലക്റ്റ് ആൻഡ് ഹി ഷുഡ് ബി വെരി സ്ട്രോങ് ഇൻ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അത് അത്യന്താപേക്ഷികമാണ്. ആദകൽപ്സ് പറയുന്നത് ദർ ആർ 3 kinds of men. ആരൊക്കെയാണെന്നറിയോ? ദ ഫസ്റ്റ് വൺ കളക്ട്സ് മെറ്റീരിയൽസ് ബട്ട് സ്റ്റോപ്സ് അറ്റ് ദാറ്റ്. മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യും, പിന്നെന്താണ്? പിന്നൊന്നും ചെയ്യില്ല. ദ സെക്കൻഡ് കൈൻഡ് ഓഫ് മെൻ, അവരെന്താ ചെയ്യുന്നത്? ദേ അറേഞ്ച് വാട്ട് ഹി ഹാസ് കളക്റ്റഡ്. അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനിയാണ് മൂന്നാമത്തെ ടൈപ്പിലെ ആൾക്കാർ. അവരെങ്ങനെയാണ്? ആൻഡ് തേർഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾസ്. അവിടെ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൻ്റെ ഹെൽപ്പോടുകൂടി വിത്ത് ദ എയ്ഡ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾസ് ഹീ ഗോസ് ഫർദർ ആൻഡ് ബിൽഡ്സ് വിത്ത് ദിസ് മെറ്റീരിയൽ. അപ്പോൾ ഇത് കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനടുത്തൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഹീ ബിൽഡ്സ് വിത്ത് ദ ഗ്യാതേർഡ് മെറ്റീരിയൽസ്. അവിടെയാണ് ഒരു പക്ഷേ ഏറ്റവും കൺസ്യൂമേറ്റ് ബിസിനസ് മാൻ എന്ന് പറയുന്നൊരു കാര്യം പുറത്തു വരുന്നത്, അല്ലേ? പിന്നെ കെൽപ്സ് പറയുന്നത് എ മാൻ ഓഫ് ബിസിനസ് ഷുഡ് ബി വെരി കറേജസ്. ധൈര്യമുണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ ഡിസിഷൻ എടുക്കാനുള്ള കറേജാണോ? സോ ദിസ് മേക്സ് ഹിം ആൻ ഏബിൾ കമാൻഡർ. ദാറ്റ് കൈൻഡ് ഓഫ് കറേജ് മേക്സ് ഹിം ആൻ ഏബിൾ കമാൻഡർ റാദർ ദാൻ എ സോൾജിയർ. പട്ടാളക്കാരനാവുക എന്നുള്ളതല്ല, കമാൻഡർ ആവുക എന്നുള്ളതാണ് ഒരു മാൻ ഓഫ് ബിസിനസ്സിന് പറഞ്ഞിരിക്കുന്നത്. സോ ബട്ട് എനി കൈൻഡ് ഓഫ് കറേജ്, ദാറ്റ് മീൻസ് ഹി സേസ് ദാറ്റ് എനി കൈൻഡ് ഓഫ് കറേജ് ഇസ് സർവീസബിൾ, അല്ലേ? ഏത് തരത്തിലുള്ള കറേജും ഇസ് വെരി മച്ച് നീഡഡ് ഫോർ എ മാൻ ഓഫ് ബിസിനസ്. ദെൻ ഹി സേസ് ദാറ്റ് ഹി ഷുഡ് ഹാവ് എ പേഷ്യൻറ്റ് ടെമ്പറമെൻറ്റ് ആൻഡ് എ വിഗറസ് ബട്ട് ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ. നമ്മൾ നേരത്തെ കാം എന്നുള്ള കാര്യം പറഞ്ഞു, അല്ലേ? കാം ആൻഡ് കമ്പോസ്ഡ്. ഇവിടെ പറയുന്നത് വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ടെമ്പറമെൻറ്റാണ്, അല്ലേ? സമാധാനം, വളരെ ക്ഷമയുള്ള ആ ഒരു ടെമ്പറമെൻറ്റാണ്. ബട്ട് സ്റ്റിൽ
വളരെ വിഗറസ് ആയിരിക്കും, വളരെ ആക്റ്റീവായിരിക്കും. വിഗറസ് ബട്ട് ഡിസിപ്ലിൻഡ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ ഇസ് നോട്ട് റൺ വൈൽഡ്, അത് ഡിസിപ്ലിൻഡ് ആയിരിക്കും, പക്ഷേ വളരെ ആക്റ്റീവായിട്ടുള്ള ഇമാജിനേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഒരു സൈഡിൽ വളരെ പേഷ്യൻ്റ് ടെമ്പറമെൻറ്റ് ആൻഡ് ഓൺ ദി അതർ സൈഡ് ദർ ഇസ് ദിസ് വൈൽഡ് എന്താ ഇമാജിനേഷൻ ബട്ട് ഡിസിപ്ലിൻഡ്. Then he says that if he has got these qualities, he will plan boldly with a large extent of view and execute it very calmly. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഈ കറേജും ആ ഒരു ഡിസിഷൻ മേക്കിങ്ങും നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹി വിൽ പ്ലാൻ ബോൾഡ്ലി. നമുക്ക് ധൈര്യം വേണം. ആ ബോൾഡായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ്? വിത്ത് എ ലാർജ് എക്സ്റ്റെൻറ്റ് ഓഫ് വ്യൂ, നല്ലൊരു വിശാലമായൊരു കാഴ്ചപ്പാടുണ്ട്, അത് വെച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് വിതൗട്ട് മേക്കിംഗ് എനി ഷോ. എന്താണ്? വെരി കാംലി. ദെൻ ഹി സേസ് he will let opportunities grow before his eyes until they are ripe to be seized. അവസരങ്ങളിങ്ങനെ മുന്നിൽ വിളയിച്ചെടുക്കും. എന്താണ്? അത് റൈപ്പ് ആകുമ്പോഴത്തേക്ക് അത് എടുക്കാൻ വേണ്ടി, അത് എന്താണ്? വിളവെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസിനെ ഇങ്ങനെ കൺമുന്നിലാണ് അദ്ദേഹം ഗ്രോ ചെയ്തെടുക്കുന്നത്, നമ്മുടെ മാൻ ഓഫ് ബിസിനസ്. He will think steadily over possible failure in order to provide a remedy or a retreat. അപ്പം നേരത്തെ പറഞ്ഞു ഹോപ്പ്ഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് മുന്നിൽ കാണാൻ സാധ്യതയുള്ള പരാജയങ്ങൾ അത് മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുമുണ്ട്. ആ സമയത്തുള്ള നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ്. ഫോർ എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റില്ലാത്തൊരു ഉദാഹരണമാണ്. നമുക്കറിയാം കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരു ക്രൈസിസ് ആയിരുന്നു. നമുക്കറിയാം ചില ബിസിനസ്സുകൾ മാത്രമാണ് ആ കാലത്ത് ഫ്ലറിഷ് ചെയ്തത്. ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ ബിസിനസ്, അങ്ങനെയുള്ള എന്താണ് ഈ ലാപ്ടോപ്പ് ബിസിനസ്, അത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിൻജൻസി പ്ലാൻ, അതായത് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള ആ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെയിലിയർ വരാമെന്നുള്ളത് മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. സോ ഹി വിൽ ലെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രോ ബിഫോർ ഹിസ് ഐസ്. ദെൻ ഹി സേസ് ദാറ്റ് ഹി വിൽ തിങ്ക് സ്റ്റഡിലി ഓവർ പോസിബിൾ ഫെയിലിയർ. ആ സമയത്തും തകർന്നു പോവില്ല. ഹി വിൽ തിങ്ക് സ്റ്റഡിലി ഓവർ പോസിബിൾ ഫെയിലിയർ in order to provide a remedy or a retreat. Sometimes a remedy is needed. ആ ഒരു ക്രൈസിസ് ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടി ഒരു റെമഡി ആയിരിക്കും. ചിലപ്പോൾ എന്താണ്? ആ ഡിസ്ക്രീറ്റായിട്ട് ഒരു പിന്മാറൽ, റിട്രീറ്റ് ആയിരിക്കും അവിടെ ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെർ വിൽ ബി എ സ്ട്രെങ്ത് ഓഫ് റിപ്പോസ് അബൌട്ട് ഹിം, അല്ലേ? വളരെ കാമാണ്, ഏത് സിറ്റുവേഷനും മറികടക്കാനുള്ളൊരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകും. ആൻഡ് a consummate man of business, he should have a sense of responsibility also. എന്താ റെസ്പോൺസിബിലിറ്റി? നമുക്കറിയാം, ഉത്തരവാദിത്വ ബോധം, അല്ലേ? He must believe in the power and vitality of truth in all he does or says. നേരത്തെ പറഞ്ഞു he should love truth എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? must believe in the power and vitality ഓഫ് ട്രൂത്ത് ഇൻ ഓൾ ഹി ഡസ് ഓർ സീസ്. നമ്മൾ ആ സത്യം എന്ന് പറയുന്നത് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തരുന്നൊരു സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കണമെന്നാണ് റൈറ്റ് പറയുന്നത്. ഹി ഷുഡ് ബി ആൻഷ്യസ് ടു എക്സ്പ്രസ് ആസ് മച്ച് ട്രൂത്ത് ആസ് പോസിബിൾ, അല്ലേ? എവിടെ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും സത്യത്തിനെ മാത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രതിസന്ധിയെ അപ്പുറത്ത് നമ്മളെ കടത്തി തരും. സച്ച് ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ലവ് ഓഫ് ട്രൂത്ത് endows him with diligence, accuracy and discreetness, which are commonplace requisites for a good man of business, without which all the rest may never be translated into action. അപ്പം നമ്മളിതൊക്കെ ഒരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് നമ്മൾ മാറണമെങ്കിൽ വേണ്ടുന്ന റെക്വിസിറ്റ്സാണ്. എന്തൊക്കെയാണ് ആവശ്യങ്ങളിലുള്ളതാണ് ഈ ഒരു എസ്സേയിൽ മുഴുവൻ നമ്മുടെ റൈറ്റ് പറയുന്നത്. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി സെഷൻ.